നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 25/7/2026 ശനിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും ഇന്ന് കൂടിയിരിക്കുകയാണ്. സ്വർണം നിക്ഷേപിക്കുന്നവർക്ക് ഇപ്പോൾ വളരെയേറെ ആശ്വാസമായി സ്വർണ്ണവില കൂടിയത്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപ, ഒരു പവൻ്റെ മുകളിൽ 440 രൂപയാണ് വൈകിട്ട് കൂടിയത്. 22 ക്യാരറ്റ് നോക്കുമ്പോൾ 13,285 ഒരു ഗ്രാം, ഒരു പവൻ 1,06,287 ാണ്. അതുപോലെ 24 ക്യാരറ്റ് 14,493, ഒരു പവൻ 1,15,944. അതുപോലെ 18 ക്യാരറ്റ് 10,870, ഒരു പവൻ 86,960. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. സ്വർണ്ണവില കൂടിയതുകൂടി വെള്ളിയിലും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് വെള്ളി വില. 1 ഗ്രാം വെള്ളി ഇപ്പോൾ 235, 10 ഗ്രാമിന് 2,350 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധം, അതായത് ഇറാൻ-US സംഘർഷം പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇടപെടുന്നുണ്ടെന്ന വാർത്തകളെ തുടർന്ന് ഇന്നലെ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരുന്നു. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം RSS 4 കിലോ 282, RSS 5 കിലോ 278, ISN20 247, ലാറ്റക്സ് 60% ഏർസിന് 193 രൂപ 40 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 271. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 183, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 137 രൂപ 25 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. റബ്ബർ വിലയിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. ഒടുവിൽ കേന്ദ്രമന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിനൊടുവിൽ ആണ് സംഭവം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യൻ യുവത നടത്തിയ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ രാജി. ആയിരക്കണക്കിന് യുവാക്കളാണ് ഡൽഹി തലസ്ഥാനത്ത് തടിച്ചുകൂടിയത്. പാർട്ടികൾ ലക്ഷ്യം കൊണ്ടാണ് ഇന്ന് CJPയുമായി കേന്ദ്ര സർക്കാർ 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. കുട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് ഗത്യന്തരമില്ലായപ്പോഴാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. വളരെയേറെ അടിത്തറയുള്ളതും ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയുടെ അടിത്തറ. രാജ്യത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും അഭിലാഷങ്ങളുടെയും വികാരങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൽ രാജ്യത്തെ സേവിക്കാൻ ലഭിച്ച അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുമെന്ന് പ്രധാനം പറഞ്ഞു. അവസാന നിമിഷത്തിലെങ്കിലും രാജിവെച്ചത് വളരെയധികം നന്നായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുകയും വേണം. കാര്യം ഇനി ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഗവൺമെൻറ് ശക്തമായ മുൻകൈ എടുക്കണം. കാരണം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും നീറ്റ് പരീക്ഷയെ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിന് പോകുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.